നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8/3/2025 ശനിയാഴ്ച, തിരുവാതിര നക്ഷത്രവും ശുക്ലപക്ഷ നവമിയും വരുന്ന ദിവസം, കൊല്ലവർഷം 1200, കുംഭം 24-ാം തീയതി 6:39 AM സൂര്യോദയവും 6:32 PM സൂര്യ അസ്തമനവും ചന്ദ്രോദയമാവട്ടെ 1:39 PM. രാഹുകാലം 9:37 AM മുതൽ 11:08 വരെയും ഗുളികകാലം 6:39 AM മുതൽ 8:08 AM വരെയും യമകണ്ഠകാലമാകട്ടെ 2:04 PM മുതൽ 3:34 PM വരെയും ആകുന്നു. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം തുടങ്ങിയ സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഉത്തമം. ശനിയാഴ്ച ആയതുകൊണ്ട് കാര്യങ്ങൾ വളരെ ആലോചിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് വളരെ ഉത്തമമായ ദിവസമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തൃപ്പറയാർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി സത്യൻ സ്വാമിയുടെ ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇടുന്നത്, അതുപോലെ തന്നെ കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നെയ്വിളക്ക് തെളിക്കുന്നത്, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ കണ്ടകശനി, ഏഴരശനി, ജന്മശനി, ശനിദശാകാലം, ശനിയുടെ അപഹാരകാലമൊക്കെ അനുഭവിക്കുന്നവർക്ക് ശനീശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടതകളെല്ലാം മാറി എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തത്തിൽ 12:11 PM മുതൽ 12:33 PM വരെയും 12:37 PM മുതൽ 12:59 PM വരെയുള്ള അഭിജിത്ത് മുഹൂർത്തം ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന്, എഗ്രിമെൻറ്റുകൾക്ക് സൈൻ ചെയ്യുന്നതിന്, ധനം കൈമാറ്റം ചെയ്യുന്നതിനൊക്കെ പറ്റിയ സമയമാണ്. ഇനി വൃശ്ചികൻ രാശിക്കാർക്കാണെങ്കിൽ ചന്ദ്ര അഷ്ടമവുമാണ്. ഇനി നമുക്ക് രാശിചക്രത്തിലേക്കൊന്ന് കടക്കാം. സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ മിഥുനത്തിലും ചൊവ്വ മിഥുനത്തിലും അതുപോലെ തന്നെ ഗുരു ഇടവത്തിലും ബുധൻ മീനത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും ശിഖി കന്നിയിലുമായി ഓരോ ഗ്രഹങ്ങളും അവരുടെ യാത്ര തുടരുന്നു. ഇങ്ങനെ ഗ്രഹങ്ങളുടെ പ്രയാണത്തിനനുസരിച്ച് 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് 8/3/2025 ശനിയാഴ്ച അനുഭവത്തിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം അലസതയും അതുപോലെ തന്നെ ഒരു മടിയും ക്ഷീണവുമൊക്കെ വന്നു ചേരാം. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങളെക്കുറിച്ച് അനുകൂലമായ ചർച്ചകൾ ഉണ്ടാകും. ഉൾക്കാഴ്ചയോടെ പ്രവർത്തിക്കും. തൊഴിൽ രംഗത്തെ പുതിയ രീതികൾ സ്വീകരിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങും. ആഗ്രഹിച്ച യാത്രകൾക്ക് തയ്യാറാവും. പ്രതിസന്ധികളെ നിഷ്പ്രയാസം മറികടക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ശനിയാഴ്ച ആയതുകൊണ്ട് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും ശനീശ്വര ഭഗവാനെ, അതായത് ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത്, ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാൽപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേതുഭ്യം നമോ നമ എന്ന് ശാസ്താസ്തുതി ജപിക്കുന്നത്, പ്രാർത്ഥന ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കുടുംബ പരദേവതകൾ വിഷ്ണുമായ സ്വാമി, കുട്ടിച്ചാത്തൻ സ്വാമി, കരിങ്കുറ്റിയാൻ മൂർത്തി ഇവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പരദേവതയ്ക്കൊപ്പം ഇവരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടതകൾ ഒന്നൊന്നായി മാറിക്കിട്ടും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ കുടിവെച്ച് ഭഗവാന്റെ നാമം മുരുക 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 എന്ന്
നിത്യവും ജപിക്കുമ്പോൾ ഓരോ ദിവസവും, ശനിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും രാശിനാഥനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. ഇടവം രാശി. സാഹസികതയും എടുത്തുചാട്ടവും കൂടും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയിക്കും. പഴയ ബാധ്യതകളൊക്കെ തീർക്കാൻ ശ്രമിക്കും. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കപ്പെടും. വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിന് യോഗം കാണുന്നു. സാമ്പത്തിക തടസ്സം ഒരു പരിധിവരെ മാറിക്കിട്ടും. ജീവിത പങ്കാളിയിൽ നിന്നും നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും. രക്ഷിതാക്കളിൽ നിന്നും ഗുണം വർദ്ധിക്കും. കച്ചവടം വിപുലീകരിക്കും. പണയത്തിന് വച്ചിരുന്ന വസ്തുക്കൾ എടുക്കുന്നതിനുള്ള ശ്രമം നടത്തും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി, കണ്ടകശനി കാലമായതുകൊണ്ട് ശനീശ്വരനെയും വിഷ്ണുമായ സ്വാമിയെയും അതുപോലെ തന്നെ ശാസ്താവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ മംഗളങ്ങളും നൽകും. അതുപോലെ കറുത്ത വസ്ത്രമോ കരിനീല വസ്ത്രമോ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കഷ്ടതകളും മാറി എല്ലാ നന്മകളും അനുഭവിക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുന്നത്, നമശിവായ ജപിക്കുന്നതൊക്കെ കൂടുതൽ നന്മകൾ പ്രദാനം ചെയ്യും. മിഥുനക്കൂറ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ദിവസമാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും. വിദേശത്തുള്ളവരിൽ നിന്നും എന്തെങ്കിലും അനുകൂല വാർത്തകൾ കേൾക്കും. അനുകൂലമായ ജോലി മാറ്റം ഉണ്ടാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ വീണ്ടെടുക്കാനും വീട് പണിക്ക് ലോൺ ശരിയാവുകയും ചെയ്യും. ക്ഷമാശീലം, സഹനശക്തി ഇവ വർദ്ധിക്കും. അപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കും. വീട് പണിക്ക് ലോൺ ലഭിക്കും. ക്ഷമാശീലവും സഹനശക്തിയും വർദ്ധിക്കും. മേലധികാരികളിൽ നിന്നും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. രാശിനാഥനായ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചയായതുകൊണ്ട് വ്രതമെടുക്കുന്നതും നീരാഞ്ജനം, ശനീശ്വരന് നീരാഞ്ജനം തെളിക്കുന്നത്, അതായത് ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, എള്ള് തലയ്ക്കൊഴിഞ്ഞൊഴുക്കുന്നതൊക്കെ എല്ലാവിധ ശനിദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. എന്തായാലും ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന, ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് നന്മകൾ നൽകും. ഹനുമാൻ ചാലീസ കൂടി ജപിക്കാൻ സാധിച്ചാൽ വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. കർക്കിടകം രാശി. അനുകൂലമായ ജോലി മാറ്റം പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും, ഇനി സുഹൃത്ത് ബന്ധങ്ങളാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടതാവട്ടെ, ഇനി മനസമാധാനം നഷ്ടപ്പെട്ടവർക്ക് പോലും ഇതെല്ലാം വീണ്ടെടുക്കുവാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത് മൂലം ശനിയുടേതായ എല്ലാ കഷ്ടങ്ങളും മാറി, അഷ്ടമശനിയുടെ എല്ലാ കഷ്ടതകളും മാറി പ്രാർത്ഥന കൊണ്ട് നല്ല ഫലം ലഭിക്കും. ദുർഗാദേവിയെ കൂടെ, കുടുംബ പരദേവതയെയും ദുർഗാദേവിയെയും മനസ്സിൽ കണ്ടുകൊണ്ട്, ചോറ്റാനിക്കര അമ്മയുടെ ഉത്സവകാലമായതുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, അമ്മേ നാരായണ എന്ന മന്ത്രം ജപിക്കുമ്പോൾ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ശനീശ്വരൻ്റെയും അനുഗ്രഹങ്ങൾ വരുന്നതോടുകൂടി എല്ലാം മംഗളമായി ഭവിക്കും. കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും സാധിക്കും. ചിങ്ങക്കൂറ്. വീട്ടിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാവും. മേലധികാരികളിൽ നിന്നും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കും. ഉയർന്ന ചിന്തകൾ വർദ്ധിക്കും. കർമ്മപരമായി നല്ല മുന്നേറ്റമുണ്ടാവും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ശ്രമിക്കും. വ്യക്തിത്വം മെച്ചപ്പെടുത്തുവാനുള്ള പരിശീലനം നടത്തും. പരീക്ഷകളിൽ വിജയിക്കും. വസ്തു വിൽപ്പനകൾക്കുള്ള ശ്രമം നടത്തും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ പല ഗുണങ്ങളും വന്നു ചേരും. സംയുക്തമായി ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും.
ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ കണ്ടകശനിക്കാലമാണെങ്കിൽ പോലും ഹനുമാൻ സ്വാമി, വിഷ്ണുമായ സ്വാമി, കരിങ്കുറ്റിയാൻ മൂർത്തി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം, കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് മൂലം, ചോറ്റാനിക്കരയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് മൂലം, അമ്മേ നാരായണ എന്ന മന്ത്രം ജപിക്കുന്നത് മൂലമൊക്കെ എല്ലാവിധത്തിലുള്ള കഷ്ടതകളും മാറിക്കിട്ടും. കരിനീല നിറത്തിലോ അതുപോലെ തന്നെ കറുത്ത വസ്ത്രമോ ധരിക്കുന്നത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ശനിയുടെ എല്ലാ കഷ്ടങ്ങളും മാറി ഒരു നല്ല ദിവസം അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കന്നിക്കൂറ് പൊതുവെ കഠിനമായ പ്രവർത്തനങ്ങൾ മൂലം അസാധ്യമായ കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്ന ദിവസമാണ് ഇത്. എഴുത്തുകാർ ശ്രദ്ധിക്കപ്പെടും. പ്രവർത്തന രംഗത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അകന്നു നിന്നവരെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. വിനോദ യാത്രകളും സംഘടിപ്പിക്കും. ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അത്ര പ്രയാസമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് ആദ്യമൊക്കെ വന്നിരുന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാറ്റങ്ങൾക്കായുള്ള ഒരു ശ്രമം വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ ഭൂമി വിൽപ്പന ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക, അത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക, ചോറ്റാനിക്കര അമ്മയെയും മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിച്ചം ഉണ്ടാവും. കരിനീല വസ്ത്രമോ അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രമോ ധരിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. തുലാരാശി, സർക്കാർ സഹായങ്ങൾ ലഭിക്കും. ഭാഗ്യം പല രീതിയിലും തുണയാവും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളോടെ ഗുണമുണ്ടാകും. പൊതുവെ എല്ലാ കാര്യങ്ങളും മന്ദീഭവിച്ചിരുന്നതിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അഷ്ടമവ്യാഴമുള്ളത് കൊണ്ട് തന്നെ വ്യാഴപ്രീതി വരുത്തുന്നതിനായി ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശ്രീരാമജയം ശ്രീരാമജയം എന്ന് ഹനുമാൻ സ്വാമിയെ കൂടി കണ്ട് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ലഭിക്കും. ഹനുമാൻ ചാലിസ വായിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. കഴിയുമെങ്കിൽ ചോറ്റാനിക്കര ദേവിയെ പ്രാർത്ഥിക്കുന്നത്, മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി വരുന്നതാണ്. വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടും. വിദേശത്ത് പഠനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. ആഗ്രഹിച്ചവരുമായൊരു പുതിയ സൗഹൃദമോ ഒരു എഗ്രിമെൻ്റോ ഒക്കെ തയ്യാറാക്കും. പുതിയ സാമ്പത്തിക മാർഗങ്ങൾ വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. കഴിവുകൾ ശ്രദ്ധിക്കപ്പെടും. വീട്ടുകാര്യത്തിലുള്ള ആശങ്കകളൊക്കെ മാറി പൊതുവെ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കണം. കണ്ടകശനിയുടെ കാലമായതുകൊണ്ട് ഹനുമാൻ സ്വാമിയെയും ശനീശ്വരനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും നൽകും. ധർമ്മശാസ്താവിനും കുടുംബ പരദേവതയ്ക്കും ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി വരുന്നതാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ അന്യരിൽ മതിപ്പ് വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. ഭൂമി വിൽപ്പനയ്ക്കുള്ള ആലോചനകൾ ചെയ്യും. ഉയർന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവും. പ്രിയജനങ്ങളുടെ സഹായം ഇടയ്ക്കിടയ്ക്കുണ്ടാകും. തർക്ക വിഷയങ്ങളിൽ അനുകൂല തീരുമാനമെടുക്കുവാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടും. കർമ്മപരമായ ആശങ്കകളെല്ലാം മാറിക്കിട്ടും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ശ്രമിക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ വരും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നത് കൊണ്ട് ശനീശ്വരന് നെയ്വിളക്ക് കത്തിച്ച്
ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും കരിനീല വസ്ത്രം ധരിക്കുന്നതും ശാസ്താവിന് ശാസ്താസ്തുതി ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാൽപര രക്ഷ രക്ഷ മഹാഭവോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന 4 വരി ശ്ലോകം ജപിക്കുന്നത്, വേദസാര ശിവസഹസ്രനാമം ജപിക്കുന്നതൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ശിവപുരാണം പാരായണം ചെയ്യുന്നതും നല്ലതാണ്. പൊതുവേ പറഞ്ഞാൽ ശാസ്താവിന് അഭിഷേകം, നെയ്യഭിഷേകം മനസ്സിൽ ശാസ്താവിൻ്റെ ആ ശബരിമലയിലെ അയ്യപ്പസ്വാമിക്കുള്ള നെയ്യഭിഷേകം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണഫലങ്ങൾ നൽകും. ധർമ്മശാസ്താവ് എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകുന്നതാണ്. വിഷ്ണുവായ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ വർദ്ധിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. മനസ്സിൻ്റെ വിഷമതകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. കൂട്ടുകെട്ടുകളെല്ലാം ഒരു സൗഹൃദത്തിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നേട്ടങ്ങൾ വിലയിരുത്തി പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. ചിലവ് നിയന്ത്രിച്ച് സാമ്പത്തിക ഭദ്രത നേടുന്നതിന് ശ്രമിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ വന്നു ചേരും. ചർച്ച, മധ്യസ്ഥത എന്നിവയിലും വിജയം വരുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ രാശിനാഥനായ ശനീശ്വരനെയും ചോറ്റാനിക്കരമ്മയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ മംഗളങ്ങളും ഭവിക്കും. കരിനീലയോ ഇളം നീലയോ വസ്ത്രം ധരിക്കുന്നത്, കറുപ്പ് വസ്ത്രം ധരിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ശനീശ്വരായ നമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനേ നമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഗുണഫലങ്ങളും വന്നു ചേരുന്നതാണ്. ഹനുമാൻ ചാലീസ കൂടി പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. കുംഭം രാശി, പ്രതീക്ഷിച്ച സർക്കാർ സഹായങ്ങൾ ലഭിക്കും. പൊതുവെ ശുഭാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അല്പം ശ്രമം വന്നു ചേരുന്നതാണ്. ജോലി ഭാരം ഏറി വരും. എളുപ്പം കാര്യസാധ്യത ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രിച്ച് വളരെ സംയമനത്തോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ഹനുമാൻ സ്വാമി, അതുപോലെ തന്നെ ശനീശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് തെളിക്കുന്നതും കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരുന്നതിന് സഹായകമാകും. കഴിയുന്നതും കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഇനി മീനം രാശി, അലസതയെല്ലാം മാറി വരുന്ന ദിവസമാണ്. ലക്ഷ്യബോധം വർദ്ധിക്കും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത കാണുന്നു. പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ വന്നു ചേരും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. വീട്ടുകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കും. മനസ്സമാധാനം വീണ്ടെടുക്കും. പല രീതിയിലും ഭാഗ്യം വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അലസത മാറിക്കിട്ടും. കർമ്മ തടസ്സവും ഒരു പരിധിവരെ മാറിക്കിട്ടുന്ന ദിവസമാണ്. ശനീശ്വരനെ, അതായത് ധർമ്മശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാശിനാഥനായ മഹാവിഷ്ണുവിനെ കൂടെ പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കരമ്മയുടെ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ഉത്സവകാലത്ത് ഭക്തർക്ക് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും. അപ്പം അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. 8/3/2025 27 നക്ഷത്രക്കാർക്കും നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.